ഇവിടെ വെച്ച് നമ്മുടെ ഫോറസ്റ്റിന്റെ ഇത് കഴിഞ്ഞ് ഇനിയുള്ളത് മൈസൂർ ജില്ലയുടെ പാടങ്ങളാണ്. ഇവിടെ കൊടികളിൽ നിന്ന് തന്നെ മുള അപ്രതീക്ഷിതമായി പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരിടത്ത് നിർത്തിയപ്പോൾ മുള കണ്ട് മുള ഒന്ന് വെറുതെ എടുക്കുകയാണ്. കാട്ടുമുളയാണ്, നട്ടതൊന്നുമല്ല, ഫോറസ്റ്റുകാർ നട്ടതാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തിൽ ഇപ്പോൾ ഒരു ചെറിയ സിറ്റിയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് പഞ്ചവള്ളി എന്ന് പറയും. പഞ്ചവള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നതാണ് നമ്മുടെ ഉണസൂറിലേക്ക് പോകുന്ന റോഡ്. ഇപ്പം ഇവിടെയൊക്കെ മേനയാക്കി കളഞ്ഞു. മുമ്പൊക്കെ ഇവിടെ വണ്ടി അത് തന്നെ ഉള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല. ഞങ്ങളിപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഉണസൂറിൻ്റെയും പിരിയാപട്ടണത്തിൻ്റെയും ഒരു ജംഗ്ഷനാണ്. കുറച്ച് മുമ്പോട്ട് അവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് ഇനി 6 കിലോമീറ്റർ ഉണ്ട് ഉണസൂറിലേക്ക് പോകാനായിട്ട്. ഈ ഒരു 1/2 കിലോമീറ്റർ ദൂരം 6 മാസക്കാലമായി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? റോഡ് നല്ല റോഡായതിനെ കൂടെ മണ്ണൊക്കെ കൊണ്ടുവന്ന് അടിച്ച് നരച്ചിരിക്കുക. ഇനി ഇത് എപ്പോഴാണ് ടാറ് ചെയ്യുക എന്നറിയാൻ പറ്റില്ല. പോകുന്ന വരുന്നവരുടെ ദുരിതം അത് വരുന്നത്. ഇത് കൂടുതൽ ദൂരമില്ല, ഈ തൊട്ടടുത്ത് തന്നെയാണ്. ആ കാണുന്ന റോഡ് അതാണ് ഞാൻ പറഞ്ഞത്. പിരിയാപട്ടണത്തിൽ നിന്ന് വന്നിട്ട് ഒന്നിച്ച് കൂടുന്ന ഒരു ജംഗ്ഷനാണെന്ന്. വാഗ പൂത്തിട്ട് എവിടെ നോക്കിയാലും നല്ല റെഡ് കളറായിട്ടുണ്ട്. ഈ 2 ജംഗ്ഷനാണ് പറഞ്ഞത്. നമ്മൾ ഒന്ന് ഇതുവഴി വരുന്നത് മർക്കര, മാംഗ്ലൂർ, അതുപോലെ പിരിയാപട്ടണം ഈ സ്ഥലത്തേക്ക് എത്തുന്നു. അതേപോലെ നമ്മളിപ്പോൾ വന്നത് ആ മൺ റോഡ് ഇപ്പോൾ വന്നത് അത് ഗോണിക്കുപ്പലിൽ നിന്ന് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഉണസൂറിലെത്താനായിട്ട് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളിവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ചെറിയൊരു കാപ്പിക്കടയുണ്ട്. ഇതൊരു ചെറിയ കാപ്പിക്കട. പിന്നെ ഇവിടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ വലിയതായിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു രീതിയിലുള്ള ഫുഡുകളായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം, നോക്കിയിട്ട് അത് വാങ്ങി കഴിക്കാം. ഇവിടെ ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു സാധനമുണ്ട്, പിന്നെ ഉഴുന്നുവട, പരിപ്പുവട, അങ്ങനത്തെ ചില ചെറിയ രീതിയിലുള്ളൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചൊന്ന് നിർത്താം, അതിനുശേഷം പിന്നെ എടുക്കാം. ഞങ്ങളിവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് കൽബെട്ട എന്നാണ്. കൽബെട്ട എന്താ ഉദ്ദേശിച്ചാൽ രണ്ടും കൂടി ജോയിൻ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അതായത് പിരിയാപട്ടണം ഉണസൂർ 2 റോഡും കൂടി ജോയിൻ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇവിടെ നിർത്തിയത് ഉദ്ദേശം വെച്ചാൽ ചെറിയ പൈസക്ക് നമുക്ക് ആവശ്യമുള്ള ഫുഡ് കിട്ടും. ഇത് ചെയ്യാനൊരു ഒരു വണ്ടിക്കകത്തുണ്ട്, അന്നപൂർണ ഫുഡ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ നല്ല ഫുഡുണ്ട്, നമുക്ക് വന്ന് കഴിച്ചിട്ട് പോകാം. ചെറിയ പൈസ കൊടുത്താൽ മതി, നല്ലതാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതെവിടെ ചക്ക വിൽപ്പനയുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോഴാണ് ഇവിടെ എല്ലാം ഓരോ വിൽപ്പനക്കാരും വരുന്നത്. ഇതിപ്പോൾ
ഞാൻ ഇതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒന്നാം തരം ചക്കയാണ്, നല്ല മണമൊക്കെ ഉണ്ട്. ആ കൊടുത്ത ഒരു കുഞ്ഞു കൊച്ചും ഇവിടെ നിൽപ്പുണ്ട്. നല്ല ചുളയൊക്കെയാണ്, നല്ല മഞ്ഞ കളറായിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ചക്കയാണ്. പക്ഷേ എന്താണ് ഇതിൻ്റെ വില? ಅಣ್ಣ ಇದು ಹಾಗೆ ಇದ್ರದ್ದು ಕಾಸ್ಟ್ ಹೇಗೆ? ಒಂದಕ್ಕೆ ಲೆಕ್ಕ ಇಲ್ಲ ಹೇಗೆ? ಕಿಲೋ ಒಂದು ಕೆಜಿ 200 ರುಪೀಸ್, ಒಂದು ಕಾಲು ಕೆಜಿ 50 ರುಪೀಸ್. ಓಕೆ ಓಕೆ. അപ്പോൾ ഇതൊരു കിലോ ഇങ്ങനെ അത് ತೊಳೆ ಮಾಡ್ತಾರೆ ಕೊಡ್ತೀರಿ ಹೇಗೆ? ಇಲ್ಲ ಬಿಡಿಸಿಕೊಡೋದು. ಅದು ಬೀಜನೂ ಕೂಡ ತೂಕ ಮಾಡ್ತೀರಿ? ಅದು ಬೀಜ ಇಲ್ಲದಿಲ್ಲ. അപ്പോൾ ഇത് കുരുവോട് കൂടിയാണ്. 1 കിലോ വേണമെങ്കിൽ 200 രൂപ. അങ്ങനെയാണ് ഇപ്പോൾ അയാൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരിക, വന്നു കഴിഞ്ഞാൽ ഒത്തിരി നല്ല ഫുഡ്, അത് നാച്ചുറൽ ഫുഡാണ്. നാച്ചുറൽ ഫുഡ് കഴിച്ചിട്ട് പോകാതായിരിക്കും. ഈ മഗു യാರು? ഹലോ, മമ്മക. ഓ, ഇദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് ഇവിടെ വന്നിങ്ങനെ ഇതൊക്കെ കച്ചവടങ്ങളൊക്കെ കണ്ടുപഠിക്കുകയാണ് ಅಲ್ಲ ಮಗ? ಹೇಗೆ ತಾತ ಬಿಸ್ನೆಸ್ ಮಾಡ್ತಾರೆ ಅದೆಲ್ಲ ನೋಡಿ ಕಲಿತಾ ಇರೋದಲ್ಲ? ಹೌದಾ? റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് വാഗ പൂത്ത് വളരെയധികം ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. കണ്ടോ? ഈ റോഡ് നമ്മുടെ പിരിയാപ്പട്ടണം പോകുന്നു. അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഞാൻ ആദ്യം പറയുന്നില്ല. അപ്പം ഞാൻ ഈ വാഗപ്പൂവിനെ ഒന്ന് എടുക്കുകയാണ്. വാഗപ്പൂ എന്ന് പറയുമ്പോൾ നല്ല ഈ സമയത്ത്, അതായത് ഇതിന് മേ ഫ്ലവർ എന്നും കൂടി ഒരു പേരുണ്ട്. അതുകൊണ്ട് ഇത് വരച്ചാത്തായിട്ടിടും ആർക്കും ഇങ്ങനെ വെയിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു പിന്നെയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഉണുസൂറിൻ്റെ തുടക്കമാണിത്. ഉണുസൂർ ടൗണിൽ ഞങ്ങളെത്തി. ഈ ഉണുസൂറിൽ 1 കിലോമീറ്റർ അങ്ങ് ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു ലെഫ്റ്റിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. സ്ട്രൈറ്റ് പോകുന്നത് മൈസൂരിലേക്ക് പോകും. റോഡ് പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് വികസനമാണ് എല്ലായിടത്തും ഉള്ളത്. സിദ്ധരാമയ്യ ഗവൺമെൻറ് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ഭരണം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്ര നല്ല ഭരണം കാഴ്ചവെച്ചാൽ തന്നെ പ്രതിപക്ഷക്കാർ അതിനെ എതിർത്തുകൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടാണ്. അപ്പം അങ്ങനത്തെ ഓരോ ഇതുകളുണ്ട്. അപ്പോൾ സിദ്ധരാമയ്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാണ് ഈ കാണുന്നതൊക്കെ. ഉണുസൂറിൽ നമ്മളിപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കൽക്കുണിക്കേ സർക്കിളായിട്ടുണ്ട്. കൽക്കുണിക്കേ സർക്കിൾ എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നിന്നൊരു കുറച്ച് പോയിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരു പാലമുണ്ട്. പാലത്തിൽ നിന്നൊരു ലെഫ്റ്റിലേക്ക് പോകണം. അപ്പുറം ഇതിൻ്റെ കുറച്ച് മുമ്പേ വരാം, ആ പാലത്തിൻ്റെ അടുത്ത്. ഇവിടെ ഒരു കൽക്കുണിക്കേ സർക്കിളാണ് ഇതിൻ്റെ പേര്. അതായത് ഞങ്ങളിപ്പം ആയത് ഫസ്റ്റ് ഈ നേരെ പോകുന്ന റോഡ് മൈസൂരിലേക്കാണ്. ഇപ്പം ഞങ്ങൾ ലെഫ്റ്റ് തിരിഞ്ഞാണ് ഡോർനള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഉണുസൂർ എത്തിയിരിക്കുക. ഞങ്ങൾ ഇപ്പം ഡോർനള്ളിയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞ് പോവുകയാണ്. അത് മൈസൂരിലേക്ക് പോകുന്ന സ്ട്രൈറ്റ് റോഡ്. ഇത് ഉണുസൂർ KR നഗര. അപ്പം ഇനി ഉള്ള സ്ഥലം ഞാൻ ഒരു 1 കിലോമീറ്റർ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങോട്ടാണ് പോകേണ്ടി എന്നുള്ളത്. ആ ബസ് വരുന്നതിലേക്ക് കൂടി റൈറ്റിലേക്ക് തന്നെ പോകേണ്ട സ്ട്രൈറ്റ് റോഡ്. ഇത് ഉണുസൂറിൻ്റെ കിഴക്ക് ഭാഗത്തിൻ്റെ അറ്റമാണിത്. പിന്നെ ഇവിടെ ഒരു എക്സ്പ്രസ് ഹൈവേ അതിൻ്റെ പണി നടക്കുന്നുണ്ട്. അതെപ്പോൾ തീരും എന്നറിയില്ല. അതുകൊണ്ടിപ്പോൾ ഈ റോഡുകളൊക്കെ ഒന്ന് അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
മൈസൂർ, ബാംഗ്ലൂർ, അതുപോലെ അവിടെ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ഹൈവേയുടെ നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ രണ്ട് സൈഡാണ്. ഇത് എപ്പോൾ പണി പൂർത്തിയാവുമെന്ന് അറിയില്ല. വളരെ ഇത് ഒരുപാട് ഉപകാരപ്രദമായ റോഡാണ്. ഇത് ഞാൻ ഇത് ഞങ്ങൾ തിരിഞ്ഞു പോകേണ്ട സ്ഥലം എത്തുമ്പോൾ ഞാൻ പറയാം. അതുവരേക്കും കുറച്ച് നേരത്തേക്കൊരു വിശ്രമം.